പൂപ്പാറയിൽ വീണ്ടും കുടിയിറക്കു ഭീഷണി 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വീടുകൾ പൊളിക്കും. 29 കുടുംബങ്ങൾ ഇതോടെ പെരുവഴിയിലേക്ക്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളും അന്വേഷിച്ചിരുന്ന അനീഷ്, പൂപ്പാറ നിവാസികൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വീടുകൾ പൊളിക്കുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇടുക്കി ജില്ല കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനായിരിക്കും ഈ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ സാക്ഷ്യം വഹിക്കുക. അതായത് പൂപ്പാറയിലെ പന്നിയാർപ്പുഴ പുഴയുടെ ഇരുവശങ്ങളും കയ്യേറി നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതായി മുമ്പ് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് അന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിന് പ്രകാരം അവിടെ ഉണ്ടായിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ 88 വ്യാപാര സ്ഥാപനങ്ങളാണ് അന്ന് അവിടെ നിന്നും ഒഴിപ്പിച്ചത്. അതിനുശേഷം ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപമൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഈ നിർദ്ദേശം ഇവിടെ താമസിക്കുന്നവരോട് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ ഒഴിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അന്തിമമായിട്ട് ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്, അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്ന് വേണം പറയുവാൻ. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടാണ് ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകുവാൻ നോട്ടീസ് നൽകുവാൻ ആവശ്യപ്പെട്ടത്. ഇത് പ്രകാരം ഇന്നലെ ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ താമസിക്കുന്ന 29ഓളം കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകുകയുണ്ടായി. ഈ നോട്ടീസ് ലഭിച്ച 24 മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് നോട്ടീസിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കും പ്രതിഷേധങ്ങളിലേക്കുമാണ് ഇപ്പോൾ പൂപ്പാറയെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 150ലധികം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരോടെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടാൽ അത് ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ തന്നെ പ്രതിഷേധവുമായി നാട്ടുകാരൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. വഴിയിൽ കിടന്ന് പ്രതിഷേധിക്കും, ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ അന്തിമ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ പ്രതികരണം നടത്തുന്നുമുണ്ട്. എന്താണെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവിടെ താമസിക്കുന്നവരുള്ളത്. എന്നാൽ ജില്ലാ ഭരണകൂടം അന്തിമ ഉത്തരവ് നൽകി ഇവരെ ഒഴിപ്പിക്കുവാനുള്ള നീക്കത്തിലുമാണ്.